ഹലോ നമസ്കാരം, ഹൊല വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 13 സ്മാർട്ട് തിങ്സ് ടു ഡു ആഫ്റ്റർ ലാൻഡിംഗ് ഇൻ ഓസ്ട്രേലിയ. അതെ, ഓസ്ട്രേലിയയിൽ വന്നെത്തിയാൽ ഉടനെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 13 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇന്റർനാഷണൽ റോമിംഗ്. നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ നാട്ടിലെ സിം കണക്ഷനിൽ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യുക. BSNL, ജിയോയോ, വോഡാഫോണോ, എയർടെല്ലോ ഏതും ആയിക്കോട്ടെ, 198 ഡയൽ ചെയ്യുക. നിങ്ങളുടെ കസ്റ്റമർ കെയർ സർവീസ് സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. അവരോട് പറയാം നമുക്ക് ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറയാം, ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ അവരൊരു പ്ലാൻ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു 200 രൂപ 300 രൂപയ്ക്ക് ആവുള്ളൂ. ഒരു 3 ഡേയ്സിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടിയാൽ മതി. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സിം അവിടെ ചെന്നിട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചിലപ്പോൾ ആക്റ്റീവ് ആവാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം സമയം എടുത്തേക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ തന്നെ സിം ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ആ സിം എടുത്തിട്ട് അവിടെ പോയാലും നമ്മൾ എയർപോർട്ടിൽ ചെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സിം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓസ്ട്രേലിയയിൽ. അങ്ങനെയാണ് നിയമം. അപ്പോൾ അതിനുശേഷം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സമയം ഓൾറെഡി, അതായത് 10 മണിക്കൊക്കെ ശേഷമാണെങ്കിൽ ഈ എയർപോർട്ടിലും അതുപോലെ ആരും വർക്ക് ചെയ്യുന്നുണ്ടാവുമല്ലേ ഓസ്ട്രേലിയയിൽ, ആ സമയത്ത് നമ്മുടെ ഫോൺ സിം ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കണമെന്നുമില്ല അല്ലേ. അപ്പോൾ അതാണ് പ്രശ്നം. അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി പോയി. ചിലപ്പോൾ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്ന ഡ്രൈവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഇനി അഥവാ നിങ്ങൾ ടാക്സി എടുത്താൽ നിങ്ങളുടെ അക്കോമഡേഷനിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. ആ ടാക്സിക്കാരൻ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഞാൻ തട്ടിക്കൊണ്ട് പോകുന്നില്ല, തട്ടിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ, നിങ്ങളുടെ വീട്ടുകാരുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എയർപോർട്ടിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാം ത്രൂ എയർപോർട്ട് വൈഫൈ. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാനൊന്നുമില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി എളുപ്പമാണ്. നിങ്ങൾക്ക് ആരെ വേണേലും കോൺടാക്ട് ചെയ്യാം. റോമിങ്ങിനൊപ്പം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ സിം ആക്റ്റീവായിട്ട് നിലനിർത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളുടെ പ്രൊവൈഡർ ഏതാണോ, നെറ്റ്വർക്ക് പ്രൊവൈഡർ ഏതാണോ, അതിൻ്റെ ഏറ്റവും ഒരു ബേസിക് പ്ലാൻ എടുക്കുക. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വോഡാഫോൺ ഐഡിയ ആണ്. അപ്പോൾ വോഡാഫോണിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പെർ മന്ത് പ്ലാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20 ഡേയ്സിൻ്റെ ഒരു പ്ലാൻ എടുത്ത് അത് റീചാർജ് ചെയ്തിട്ടേക്കും. അതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിം ആക്റ്റീവായിട്ട് നിന്നോളും. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ OTP എല്ലാം കിട്ടാനായിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ബേസിക് പ്ലാൻ വെച്ച് നിങ്ങളുടെ സിം ആക്റ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക, നാട്ടിലെ സിം. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, സിം ബൈയിങ് ഫ്രം എയർപോർട്ട്. അപ്പോൾ ഏറ്റവും നല്ല പ്രവണത, ഏറ്റവും നല്ലൊരു പരിപാടി, എയർപോർട്ടിൽ നിന്ന് തന്നെ സിം മേടിക്കാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് സിം ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. ഇത് നിങ്ങൾ വർക്കിംഗ് അവേഴ്സിലാണ് ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്യുന്നതെങ്കിലാണ് സിം എയർപോർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുക. വൈകിട്ട് 10 മണി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞിട്ട് വന്നിട്ട് സിം എയർപോർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് അവിടെ കുത്തിയിരുന്ന് രാവിലെ നേരം വെളുത്ത് സിം എടുത്തിട്ട് പുറത്തിറങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട. അത് പാടായിരിക്കും. അതിലും നല്ലത് അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന സിം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് അറിയാമോ? നമുക്ക് ഈ ഇൻ്റർനാഷണൽ റോമിംഗ് ഓൾറെഡി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാം. എന്നിട്ട് നിങ്ങൾ അക്കോമഡേഷനിൽ പോയി കിടന്നുറങ്ങി രാവിലെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിലോ ഓസ്ട്രേലിയൻ പോസ്റ്റിലോ ഒരു കൺവീനിയൻസ് സ്റ്റോറിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിം കിട്ടും. ഇനി ഏത് സിം മേടിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രീമിയം സർവീസുകൾ ടെൽസ്ട്രയും ഒപ്റ്റസും, ഈ 2 പ്ലാനാണ് ഏറ്റവും നല്ലത്. ഏറ്റവും പ്രീമിയം കണക്ഷനും ഒക്കെ കിട്ടാൻ ടെൽസ്ട്രയാണ് നമ്പർ 1, സെക്കൻഡ് 1 ഈസ് ഒപ്റ്റസ്. പക്ഷേ രണ്ടും കോസ്റ്റ്ലിയാണ്. ഇൻ്റർനാഷണൽ മിനിറ്റ്സിൻ്റെ പാക്കേജും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ പോകും. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ യോജിച്ചത് ഇതിൻ്റെ ലോ കോസ്റ്റ് തന്നെ ബൂസ്റ്റ് എന്നും അമേസിം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒപ്റ്റസിൻ്റെ ലോ കോസ്റ്റാണ് അമേസിം, അതുപോലെ ടെൽസ്ട്രയുടെ ലോ കോസ്റ്റാണ് ബൂസ്റ്റ്. അപ്പോൾ ഇതിന് ഏകദേശം $25 മുടക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡേറ്റയും കിട്ടും, അൺലിമിറ്റഡ് ഇൻ്റർനാഷണൽ മിനിറ്റ്സും ഒക്കെ കിട്ടുന്ന പാക്കേജ് ഇതിനകത്തുണ്ട് പെർ മന്ത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ റീജിയണൽ ഏരിയാസ് ചൂസ് ചെയ്യുന്ന പഠിക്കാൻ വരുന്നവർ ഈ ലോ കോസ്റ്റ് കരിയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നിങ്ങൾക്ക് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. മീൻസ് ലോക്കൽ ഗ്രൂപ്പ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ പോലെ പല ഗ്രൂപ്പുകൾ കാണുമല്ലോ, ഓരോ ഏരിയയിലെ ഗ്രൂപ്പിൽ സ്റ്റുഡൻസുമായിട്ട് ചോദിച്ചിട്ട് മാത്രം ഈ കണക്ഷൻ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ട്രയലായിട്ട് ഒരു സിം എടുത്തിട്ട് അതിനുശേഷം നിങ്ങൾക്കത് സ്വിച്ച് ചെയ്യാവുന്ന രീതിയിൽ. അപ്പം ഇനീഷ്യൽ ഓഫേഴ്സൊക്കെ വളരെ ലാഭത്തിൽ കിട്ടുന്ന ഇഷ്ടം പോലെ സിമ്മുകളുണ്ട്. ഇനീഷ്യൽ മന്തിൽ $10 $5 എന്നൊക്കെ നമുക്ക് ഓഫർ തരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സ്വിച്ച് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നഷ്ടമില്ലാതെ. ഇനി അതല്ലാതെ നിങ്ങൾ വൺസ് കണക്ഷൻ ഏതാണ്, നിങ്ങളുടെ ടെലികോം പ്രൊവൈഡർ ഏതാണെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല കണക്ടിവിറ്റി നല്ല ഓഫർ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 1 വർഷത്തെ ഒരുമിച്ച് ഓഫർ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ഓപ്ഷനായിട്ട് വെച്ചേക്കുക. ദാറ്റ്സ് ഓൾ. സോ തേർഡ് പോയിന്റ്, ട്രാവൽ കാർഡ് എടുക്കുക. നമുക്കിവിടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ഉണ്ട്, ട്രാം ഉണ്ട്, ഫെറി ഉണ്ട്, അതുപോലെ തന്നെ ബസ്സുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ കാർഡ് എടുത്തിട്ടുണ്ടാവണം.
അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഈ ട്രാവൽ കാർഡിന് പറയുന്ന പേര് പലതാണ്. ഇവിടെ NSWയിലാണെങ്കിൽ അത് ഒപ്പൽ കാർഡാണ്, അതേസമയം വിക്ടോറിയയിലാണെങ്കിലോ മൈക്കി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓസ്പോസ്റ്റിൽ കിട്ടും. അതുപോലെ തന്നെ 7-Eleven അതല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ ചെന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ നമ്മുടെ കാർഡ് മേടിക്കാവുന്നതാണ്. പോയിന്റ് നമ്പർ 4, വിസിറ്റ് യുവർ യൂണിവേഴ്സിറ്റി. നിങ്ങൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പോയി വിസിറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ആ കഥ പറയാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലാസ്റ്റ് ഡേറ്റിന് അവിടെ റിപ്പോർട്ട് ചെയ്തില്ല. പുള്ളി ലാൻഡ് ചെയ്തത് വെളുപ്പിനെ 3 മണിക്കാണ്. അപ്പോൾ വെളുപ്പിനെ 10 മണിയാകുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി സാധാരണ റിപ്പോർട്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അതിന് പകരം പുള്ളി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, ആ ദിവസം പോയേയില്ല. അപ്പോൾ അന്ന് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൾട്ടിപ്പിൾ കോൾസ് കിട്ടി, ആൾ വരുന്നില്ലല്ലോ, ഡിഫർ ചെയ്യാം, ഡിഫറിൻ്റെ ലെറ്റർ റെഡിയാണെന്ന് പറഞ്ഞിട്ട് മെയിലും ചെയ്തു, ഡിഫർ ലെറ്റർ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പറഞ്ഞു, ഇല്ല സ്റ്റുഡൻറ്റ് അവിടെ ഉണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഉറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഫോൺ എടുത്തപ്പം ചേട്ടാ ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി, അപ്പം കിടന്നൊന്ന് ഉറങ്ങി ശരിക്കും റെസ്റ്റായിട്ട് ഫുൾ എനർജിയോടെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു അബദ്ധമായി. അവരന്ന് യൂണിവേഴ്സിറ്റി നമ്മളെ വിളിക്കാനും ചിലപ്പോൾ വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചത് നന്നായി, വിളിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ട് മാത്രം ആ കുട്ടിയുടെ ഇന്ത്യക്ക് മിസ്സാവാതിരുന്നു. അപ്പോൾ അത് മറക്കാതിരിക്കുക. സോ പോയിന്റ് നമ്പർ 5, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഓപ്പൺ ആക്കേണ്ടതെന്ന്. ഇനി അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കി നമ്മുടെ ബാങ്ക് ആപ്പൊക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമാണ് നേരെ ബാങ്കിൽ പോയി ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും ക്യാഷ് ഒക്കെ ആയിട്ടായിരിക്കും കയ്യിൽ കൂടുതൽ വരിക. അപ്പോൾ മോഷണമൊക്കെ പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആക്കാനായിട്ട് പറയുന്നത്. ഇനി നമ്മൾ നാട്ടിൽ നിന്ന് അക്കൗണ്ട് ഓപ്പൺ ആക്കാതെ ഇവിടെ വന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ടൈം കുറച്ച് പോകും. അതായത് സാധാരണ രീതിയിൽ ഇവിടെ ഒരു ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട്, ഒരു 12 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ ബാങ്കിൽ എത്താനായിട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ബാങ്കിൽ എത്തുന്ന സമയത്ത് ഒരുപാട് തിരക്കുണ്ടെങ്കിൽ, തിരക്കുള്ളൊരു സമയമാണെങ്കിൽ അവർ പറയും ഇനിയില്ല പറ്റില്ല, പോയിട്ട് നാളെ വരാൻ. അപ്പോൾ അത്ര സേഫ് അല്ല നമ്മുടെ കയ്യിൽ ക്യാഷ് അധികം നാൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വരുന്നതിന് തലേ ദിവസമായിട്ട് നാട്ടിൽ നിന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനൊരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ഒരു ബാങ്ക് ഏതാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട്? ഇപ്പോൾ 0 ബാലൻസ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്ന ഓസ്ട്രേലിയയിൽ തന്നെ നമ്പർ 1 ബാങ്കായ കോംബാങ്ക് സ്റ്റേഡിയത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കോംബാങ്കിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ സിഡ്നിയിലെ പരമറ്റയിലെ കോംബാങ്ക് സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ വർഷം ഈ സ്റ്റേഡിയം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോംബാങ്ക് ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ മെൽബണിൽ ഡോക്ലിൻസിലെ മാർവൽ സ്റ്റേഡിയം ഉണ്ട്, മാർവലാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പോയിന്റ് നമ്പർ 6, TFN ടാക്സ് ഫയൽ നമ്പർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിലേക്ക് ഒരു സൈറ്റാണ്. അവിടെ ടാക്സ് ഫയൽ നമ്പറിന് വേണ്ടി നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഡീറ്റെയിൽസ് കിട്ടും. അതിനകത്ത് കയറി നിങ്ങളുടെ പേരും നാളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് TFN ശേഷമാണ്. അപ്പോൾ ടാക്സ് ഫയൽ നമ്പർ എടുത്തിട്ട് ഈ നമ്പർ നമ്മൾ ലിങ്ക് ചെയ്യണം. നമ്മുടെ കോംബാങ്കോ നമ്മുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണോ ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഈ TFN നമ്പർ നമ്മൾക്ക് കിട്ടുന്ന ഈ ടാക്സ് ഫയൽ നമ്പർ കിട്ടുന്നത് വേണം നമ്മൾ എംപ്ലോയേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ. ആ എംപ്ലോയേഴ്സ് ഈ നമ്പർ വെച്ച് ലിങ്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സാലറി ഇടുന്നത്. അപ്പോഴാണ് നമ്മുടെ ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്. ATOയ്ക്ക് ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിന് നിങ്ങളുടെ ടാക്സ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ TFN ഇല്ലാതെ ആരും നിങ്ങളെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം TFN ഒക്കെ ആദ്യമേ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ റെസ്യൂമയ്ക്കകത്തും TFN ഒക്കെ എടുത്തു, TFN അപ്ലൈഡ് എന്നൊക്കെ പറഞ്ഞ് വേണം റെസ്യൂമേൽ മെൻഷൻ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പം വളരെ സ്മൂത്തായിട്ട് പ്രോസസ്സ് അങ്ങ് പൊക്കോളൂ. പോയിന്റ് നമ്പർ 7, ABN ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ. ഈ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയിൽ. നിങ്ങൾ കോൺട്രാക്റ്റിൽ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറിയർ ഡെലിവറി സർവീസ് കോൺട്രാക്റ്റിലൂടെ ചെയ്യാം. ഇനി ഊബർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാം, ഊബർ ഈറ്റ്സിൻ്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാം, ഡെലിവറോ ആപ്പിൻ്റെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ എടുത്തിട്ട് കോൺട്രാക്ടർ റോളിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ ABN എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ ലിങ്കായിട്ട് കൊടുത്തേക്കാം. 8ാമത്തെ പോയിന്റാണ് സെൻസസ് ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഈ സെൻസസ് ഡേറ്റ്? ഇവിടെ പഠിക്കാൻ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ പഠിക്കാൻ എടുത്തിരിക്കുന്ന കോഴ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചു തീർക്കാനായിട്ട്, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സിന് PR-ന് സാധ്യതകളില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കൂൾ ഓഫ് പീരീഡ് ആണ് ഈ ഒരു സെൻസസ് ഡേറ്റ് എന്ന് പറയുന്നത്.
അതൊരു നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 1 മന്തിനടുത്തായിട്ടായിരിക്കും ഈ സെൻസസ് ഡേറ്റ് വരിക. അപ്പോൾ ആ സെൻസസ് ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് ഒന്നും നഷ്ടപ്പെടാണ്ട് തന്നെ സെയിം യൂണിവേഴ്സിറ്റിയിൽ സെയിം ലെവലിലുള്ള വേറെ ഒരു പ്രോഗ്രാമിലേക്ക് കോഴ്സ് ചേഞ്ച് ചെയ്ത് മാറാവുന്നതാണ്. അപ്പോൾ അതിനെയാണ് ഈ സെൻസസ് ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്കോ ഒരു ലോവർ ലെവൽ പ്രോഗ്രാമിലേക്കോ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പോയിന്റ് നമ്പർ 9, പ്രിൻ്റ് ഔട്ട് റെസ്യൂമേ ഫ്രം യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് റെസ്യൂമേ ഒക്കെ പ്രിൻറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID കാർഡ് കിട്ടുമേ. ആ കാർഡിനകത്ത് നിങ്ങൾക്ക് പൈസ ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. പൈസയല്ല, ഡോളർ ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് ഒരു $10-20-30 ആ തുടക്കത്തിൽ തന്നെ അങ്ങ് റീചാർജ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ കാർഡ് വെച്ചിട്ട് വലിയൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ ലൈബ്രറിയിലും നിങ്ങളുടെ പല ബിൽഡിങ്സിൻ്റെ കോർണറിലും ഒക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് പോയിട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പേരെഴുതി കാണിക്കും, ജസ്റ്റിൻ ആൻ്റണി ജോസ് സ്റ്റുഡൻറ്റ് ID ഇതെന്നൊക്കെ പറയും. അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ കണക്ട് ചെയ്തിട്ടോ നമുക്ക് ആ ഡിവൈസിലേക്ക് ഫോർവേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇമെയിലിലൂടെ. അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID-യുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും റെസ്യൂമേയുടെ. അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് വേണേലും എടുക്കാം. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ തൊട്ടടുത്ത ഷോപ്പുകളിലും ഒക്കെ റെസ്യൂമേ ബൈ ഹാൻഡ് കൊടുക്കാൻ നോക്കുക. മാനേജേഴ്സിനെ കാണാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവരെ കണ്ട് റെസ്യൂമേ കൊടുക്കുക. നിങ്ങൾ വളരെ ഫ്ലെക്സിബിളാണ്, വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഏത് ദിവസവും നിങ്ങൾ റെഡിയാണ്. ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഒരു ക്ലാസ് തന്നെ 4 ഡേറ്റ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ വളരെ ഉത്സുകരാണ് എന്നുള്ള ഫീലിംഗ് എംപ്ലോയർക്ക് കൊടുക്കുക. പിന്നെ വൺസ് നിങ്ങളെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങളെ വൺസ് എടുത്തു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണേൽ പറയാം, എനിക്ക് ഇന്നത്തെ ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ക്ലാസ്സാണ്, റോസ്റ്റർ മേക്ക് ചെയ്യാൻ നേരം. പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്രയും ഡിമാൻഡ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ പോട്ടെ ഇവനെ എടുക്കേണ്ട വേറെ ആവശ്യക്കാരുണ്ട് എന്നുള്ള സമീപനമായിരിക്കും എംപ്ലോയറിൻ്റെ മൈൻഡ് സെറ്റ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ റെസ്യൂമെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുക, ജോലി കിട്ടും. 10th പോയിന്റ്, സെറ്റിംഗ് എ റൈറ്റ് ജോബ് ഹണ്ട് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്യൂമെ ഒക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്ത കാര്യം പറഞ്ഞു. അത് മാത്രം പോരല്ലോ, ഇനി കൊടുക്കുന്നതിന് മുന്നേ നമുക്കൊരു ജോബ് കണ്ടുപിടിക്കാൻ ഒരു റൈറ്റ് സ്ട്രാറ്റജി വേണം. ജോബ് കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ ഉള്ള കാരണം നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 20% സമയം അഡ്മിൻ ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുക. ഒരു 80% സമയം നിങ്ങൾക്ക് പ്രാക്ടിക്കലി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കെയർ ജോബ്സ് അല്ലെങ്കിൽ വെയ്റ്ററിങ് ജോബ്സ്, നമുക്ക് ഡിഷ് വാഷിങ്ങിൻ്റെ ജോബ്സ് അല്ലെങ്കിൽ കിച്ചൺ ഹാൻഡ് ജോബ്സ്, ഇങ്ങനത്തെ ജോബ്സൊക്കെയാണ് കിട്ടാൻ ഏറ്റവും എളുപ്പം. കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അധികം നേരിടേണ്ടി വരാത്തത്, നിങ്ങൾക്ക് ക്ലയൻസുമായിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടോ സംസാരിക്കേണ്ട അധികം വരാത്ത ടൈപ്പ് ഓഫ് മാനുവൽ ലേബർ ജോബ്സാണ് കിട്ടാൻ ഏറ്റവും എളുപ്പം ആദ്യം. പക്ഷേ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കൾച്ചറും സംസാരിക്കുന്ന രീതിയും നിങ്ങൾക്ക് സ്ലാങ്ങും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ യു വിൽ ബി എ ബെറ്റർ റിസോഴ്സ്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ കസ്റ്റമറിനെ ഫേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോൾസ് കിട്ടും, സെയിൽസ് റോൾസും ഒക്കെ. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ സക്സസ്ഫുൾ ആവും. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ കേപ്പബിലിറ്റി, ഇത് എല്ലാവരുടെയും അല്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ നന്നായിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നോട്ട് എ പ്രോബ്ലം, ദേ ക്യാൻ അപ്ലൈ ഫോർ ഓൾ സോർട്സ് ഓഫ് ജോബ്സ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂസിലൊക്കെ ചെന്ന് നമുക്ക് അവരെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളിയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഈ ഇനീഷ്യൽ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ സമയവും നെറ്റ്വർക്കിങ്ങിനും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് വർദ്ധിപ്പിക്കാനും നോക്കുക. അതനുസരിച്ച് ജോബ്സിന് അപ്ലൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോലി ലഭിക്കും. ഒരു എക്സാമ്പിൾ എനിക്ക് പറയണമെന്നുണ്ട്. നമ്മുടെ ഫെബ്രുവരി ഇന്ത്യക്ക് വന്ന ഹോല വേൾഡ് സ്റ്റുഡൻസിന് ഒരു ഗ്യാതറിങ് സിഡ്നി വെച്ച് നടത്തുകയുണ്ടായി, നമ്മുടെ പാരമെൻ്റ് പാർക്കിൽ. അവിടെ വെച്ച് നടത്തിയപ്പോൾ പല കുട്ടികളും ജോലി കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജോലി കിട്ടി, 1 മാസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു കാരണം അവർക്കുണ്ടായിരുന്ന ഈ റൈറ്റ് പ്രയോറിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു ജോബ്സിന് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ പ്രാക്ടിക്കലി കിട്ടാൻ സാധ്യതയുള്ള ജോലികൾക്കാണ് കൂടുതൽ പേരും അപ്ലൈ ചെയ്തത്. എന്നാൽ ജോലി കിട്ടാത്ത നമ്മുടെ കുറച്ച് കുട്ടികളുടെ റെസ്യൂമേ ഞങ്ങൾ കളക്ട് ചെയ്തു. ഏതൊക്കെ ജോബ്സിനാണ് അവർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ കൂടുതലും പെൺകുട്ടികളാണ്. അഡലേഡ്, പെർത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ആയിരുന്നു കൂടുതൽ. ബട്ട് അവിടെ ജോലി കിട്ടാൻ ഇച്ചിരി കൂടെ പാടുമാണ്, അതൊരു കാര്യം. പക്ഷേ അവർ അപ്ലൈ ചെയ്യുന്ന ജോലികൾ കൂടുതലും കണ്ടത് അഡ്മിൻ ജോലികൾക്കും കോംബാങ്കിൽ ടെല്ലറായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള പൊസിഷൻസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അഡ്മിൻ ജോബായിട്ടും മാനേജർ പൊസിഷനിലും ഒക്കെ അപ്ലൈ ചെയ്യുക. നല്ലതാണ്, ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഈ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലോ കാര്യങ്ങളോ നിങ്ങൾ പഠിച്ചു വരാനുള്ള സമയമായിട്ടില്ല. ഞാനൊരു എംപ്ലോയറാണ്, ഞാൻ ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ വന്നിറങ്ങിയ ഉടനെ ഇങ്ങനത്തെ പൊസിഷനിലേക്ക് ഹയർ ചെയ്യത്തില്ല. അത് നാച്ചുറലാണ്. അതിൽ നിങ്ങൾ പല റിജക്ഷൻസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും റിജക്ഷൻ്റെ ഒക്കെ തുടക്കമാണ്. ഇവിടം കൊണ്ട് അങ്ങനെ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം
നിങ്ങൾ വേറൊരു രാജ്യത്ത് വന്ന് അവരുടെ ഭാഷയിൽ സംസാരിച്ച് അടിച്ചു കയറി വരാനായിട്ട് ഇത് ശക്കല സമയം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചതാണെങ്കിലും ഈ സ്ലാങ് എന്ന് പറയുന്ന സാധനം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ക്രാക്ക് ചെയ്യാൻ. സോ ആദ്യം കമ്മ്യൂണിക്കേഷൻ അധികം വേണ്ടാത്ത ടൈപ്പ് ജോലികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും കേട്ടോ. 11ാമത്തെ പോയിന്റ് പ്ലഗറിസം ആൻഡ് കൊള്യൂഷൻ. ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്ലഗറിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ഫ്രേസസ്, നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസ്, അസൈൻമെൻറ്റുകൾ എഴുതുന്നത് സെയിം ആയിട്ട് വേറെ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്ന അതേ വേർഡ്സും അതേ ഫ്രേസും അതേപോലെ കോപ്പി ചെയ്തുകൊണ്ട് വരുമ്പോൾ അത് പ്ലഗറിസമായിട്ട് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ടൂൾസ് ഉണ്ട്, ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇഷ്ടംപോലെ ടൂൾസാണ്. ടേണിറ്റിൻ്റെ ഒരു ടൂളാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൂൾസ് വഴി നിങ്ങൾ എത്ര ശതമാനം കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് കോപ്പി അടിക്കാതിരിക്കുക. കോപ്പി അടിക്കുകയാണെങ്കിലും ബ്രില്യൻ്റായിട്ട് കോപ്പി അടിക്കുക. ഇങ്ങനെ വേറൊരു അസൈൻമെൻറ്റിലോ വേറൊരു ടെക്സ്റ്റിലോ എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങൾ അതേപോലെ കൊണ്ടുവന്നാതെ നിങ്ങളുടെ സ്വന്തം ഭാഷയിലാക്കി എഴുതുക. അതാണ് ഈ പറഞ്ഞ കാര്യം. ഇനി അടുത്തത് കൊള്യൂഷൻ. ഐഡിയാസ് വേറൊരാൾ ഉപയോഗിച്ച അതേ ഐഡിയ, ഇപ്പോൾ ഐസ്ക്രീം വിറ്റ ഒരു എക്സാമ്പിൾ ഒരാൾ എഴുതിയെങ്കിൽ അതേ ക്വസ്റ്റ്യന് ഐസ്ക്രീം വിറ്റ എക്സാമ്പിൾ തന്നെ മറ്റേ ആളും എഴുതുമ്പോൾ ലെക്ചറർ മണ്ടന്മാരല്ല, അവർ ചെക്ക് ചെയ്യുമ്പോഴേടാ ഇവനെ സെയിം ഐഡിയ കോപ്പി അടിച്ച് എഴുതിയല്ലോ, ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്തു, അപ്പോൾ ഐഡിയകൾ കൊള്യൂഡ് ചെയ്തു. കൊള്യൂഷൻ. അപ്പം കൊള്യൂഷനും പ്ലഗറിസും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ ഡേയിൽ നന്നായിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഓറിയൻറ്റേഷൻ ഡേയിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓറിയൻറ്റേഷൻ ഡേയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലൈബ്രറി ചെല്ലുമ്പോൾ അവിടെ സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് അവിടെ ചെന്ന് കഴിയുമ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതാണ് കോൺടാക്ട് ചെയ്യാൻ, പക്ഷേ പല കാര്യങ്ങൾക്കും ഞങ്ങളെക്കാളും നന്നായിട്ട് ഉത്തരം തരാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയുടെ പെയ്ഡ് സ്റ്റാഫ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് ഹബ്ബിലുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ സ്റ്റുഡൻറ്റ് ഹബ്ബിൽ പോകണമെന്നൊക്കെ. അവിടെ പോയി അവരുമായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ എൻറോൾമെൻറ്റ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവരോട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ്പ്. അപ്പം മടി പിടിച്ച് വീട്ടിൽ ഇരിക്കാതെ നേരെ യൂണിവേഴ്സിറ്റിയിൽ പോവുക. യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അവിടുത്തെ കെട്ടിടങ്ങൾ എങ്ങനെ, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ മാപ്പുമായിട്ട് പരിചയപ്പെടുക. അപ്പം മാപ്പൊക്കെ അവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഓരോ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഓരോ ഭാഗങ്ങളിലായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് വെച്ച് നോക്കുക. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഇമെയിൽ ഐ ഡി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എൻറോൾ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ ഒരു മെയിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അയക്കും. അക്കൂടെ ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷനും ഉണ്ടായിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വിസയൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇമെയിൽസ് കൃത്യമായിട്ട് മുഴുവനോടെ കുട്ടികൾ വായിച്ചു നോക്കുക. അവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ എൻറോൾ ചെയ്യാനായിട്ടോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നേരെ ആ മെയിൽ അയച്ച സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ടീമിനെ നേരെ കോൺടാക്ട് ചെയ്യുക. വിത്തിൻ മിനിറ്റ്സ് അവരത് ശരിയാക്കി തന്നോളും. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളുടെ സ്റ്റഡി റിലേറ്റഡ് ഇമെയിൽസ് എല്ലാം മിക്കവാറും അതിലായിരിക്കും വരിക. അപ്പോൾ അത് കൃത്യമായി ചെക്ക് ചെയ്യുക. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എൻറോൾ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് നമ്മളൊരു കുട്ടി കോൺടാക്ട് ചെയ്തതാണ്, ആ കുട്ടിയുടെ അടുത്ത് അവരുടെ കൺസൾട്ടൻറ്റ് പറഞ്ഞു കൊടുത്തില്ല എൻറോൾ ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യം. അതൊന്നും അവരല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? പഠിക്കാനാണ്. അപ്പോൾ പഠിക്കാനായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഈ ഇൻബോക്സിൽ വരുന്ന മെയിൽസ് വായിച്ചുകൊണ്ട് ഉത്തരവാദിത്വം ആർക്കാ? കുട്ടിക്ക് തന്നെയാണ്. ഏതൊക്കെ സബ്ജക്ട്സ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എല്ലാ ഇമെയിൽസും ചെക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള അസൈൻമെൻറ്റ് ഡെഡ് ലൈൻ, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഫീസ് ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നമ്മൾ വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചിലപ്പോൾ ഫീസിൽ ഒരു ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അഡീഷണൽ വന്നിരിക്കുന്ന പേയ്മെൻറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് അടക്കം കുട്ടികളുടെ ഇമെയിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഉള്ളത്. അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് പോയിന്റ്, യൂണിവേഴ്സിറ്റിയുടെ കരിയർ പേജ് ചെക്ക് ചെയ്യുക. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പാർട്ട് ടൈം ജോബ്സിൻ്റെ വർക്ക്ഷോപ്സും കാര്യങ്ങളും എല്ലാം യൂണിവേഴ്സിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെസ്റ്റേൺ സിഡ്നി യൂണിവേഴ്സിറ്റി പോയപ്പോൾ കണ്ടു, ഓറിയൻറ്റേഷൻ വീക്കാണ്. എന്തുമാത്രം പ്രോഗ്രാംസ് ആണെന്ന് അറിയും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഇന്ത്യയിൽ നമ്മുടെ ഗ്രിഫിത്തിലെ കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പാർട്ട് ടൈം ജോബിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് പോലെ അവർ ഓഫർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്ട് എനിക്ക് ജോബ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ഒന്നും ചെയ്യാണ്ട് എനിക്കൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അപ്പോൾ ഈ പരമാവധി യൂണിവേഴ്സിറ്റീസിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ കരിയർ പേജും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻ എന്ന് പറയാനുള്ളൂ. അപ്പം ഈ 13 പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുവരേക്കും. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് ജിസ് സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.